എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്ക് കുറേ ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം മെസ്സേജസ് വരുന്ന ഒരു കാര്യമാണ്. എൻ്റെ മുടി എങ്ങനെയാണ് ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഹെയർ സീക്രട്ട് എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഹെയറിൽ ഉപയോഗിക്കുന്നത്, വല്ല ട്രീറ്റ്മെൻറ്റ് ഞാൻ ഹെയറിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എനിക്ക് കുറച്ചധികമായിട്ട് ഇപ്പോൾ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ലെറ്റ്സ് ഡു എ വീഡിയോ ഫോർ മൈ ഹെയർ കെയർ. ഒരു ഹെയർ കെയർ റുട്ടീൻ എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഞാൻ എന്താണ് എൻ്റെ തലമുടിയിൽ ചെയ്യുന്നതെന്നുള്ളത്. സോ ബിഫോർ ദാറ്റ് ഐ ഹാവ് ടു സേ എ ലിറ്റിൽ ബിറ്റ്. എൻ്റെ മുടീനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അതിന് മുന്നേ പറയാനുണ്ട്. സോ ദ വെരി ഫസ്റ്റ് തിങ്, ഞാൻ മുടിയിൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തിട്ടില്ല. ബാക്ക് ഇൻ 2020, എനിക്ക് തോന്നുന്നു 2023 തോന്നുന്നു, 2022 ഓർ 3, ഞാൻ എൻ്റെ എൻ്റെ വളരെ ഷോർട്ട് ഹെയർ ആയിരുന്നു. ഒരു ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഹെയർ. അപ്പോൾ ആ ഒരു ഹെയറിൽ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സ്മൂത്തനിങ് വളർന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എൻ്റെ നോർമൽ ഹെയറും പിന്നെ യൂഷ്വലി നമ്മുടെ സ്മൂത്തനിങ് ചെയ്ത ഹെയർസിൻ്റെ പോലെ തന്നെയായി. അത് മാത്രം സ്ട്രെയിറ്റും ബാക്കിയൊക്കെ ചുളുങ്ങിയായി തുടങ്ങി. സോ അതൊന്ന് കുറച്ച് ലോങ് ആവാൻ വേണ്ടി, അതാണ് ഞാൻ മുടി വളർത്താനുള്ള ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത്. കാരണം അതെങ്ങനെയെങ്കിലും വെട്ടിക്കളഞ്ഞിട്ട് വേണം എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. സോ ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ലോങ് ഹെയർ ഇത് ചെയ്യുന്നത്. ഇത് ഇത്ര ലോങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിന് മുന്നാണെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു ലോങ് ഹെയർ സെറ്റ് ചെയ്യുന്നത്. എനിക്കെപ്പോഴും ഷോർട്ട് ഹെയർസ് ആണ് ഞാൻ ഇതിന് മുന്നും ചെയ്തിട്ടുള്ളത്. എനിക്ക് ഷോർട്ട് ഹെയർസ് ആണ് ഉണ്ടായിട്ടുള്ളത്. സോ ഞാൻ പണ്ട് തൊട്ടേ മുടിയെ ഭയങ്കരമായി സ്നേഹിക്കുന്ന ഒരാളൊന്നുമല്ല. ഞാൻ ഇപ്പോഴും എനിക്ക് ഭയങ്കരമായ മുടിയോടുള്ള സ്നേഹമൊന്നുമില്ല. അതിനെ ഞാൻ അങ്ങനെ അങ്ങ് കെയർ ചെയ്യാറും ഇല്ല. പിന്നെ എനിക്ക് വരുന്ന ചോദ്യം, സോ ദ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ, ഞാൻ അന്നൊരു സ്മൂത്തനിങ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി ഞാൻ ആ ഒരു അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്കേ പോകുമെന്ന് തോന്നുന്നില്ല. ബിക്കോസ് ഞാൻ എൻ്റെ എല്ലാ കൊതിയും എനിക്ക് അതോടുകൂടെ തീർന്നു കിട്ടി. സോ അതാണ് ഞാൻ ആകെ ചെയ്തിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഹെയറിൽ. ബാക്കി ഞാൻ സ്പായോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്യാറില്ല. ലൈക്ക് സ്പാ അങ്ങനെ എന്താ പറയുക, പ്രത്യേകം കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല. ആകെ ഞാൻ ചെയ്യുന്നത് എണ്ണ തേക്കുക, തല കുളിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ്. പക്ഷെ പണ്ട് ഞാൻ ആക്ച്വലി കുറച്ച് ഈ മുടിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കറ്റാർവാഴ എപ്പോഴും എല്ലാ വീക്കിലും എന്ന് പറയണ പോലെ തന്നെ എല്ലാ ആഴ്ചയും ഞാൻ കറ്റാർവാഴയുടെ എന്താ പറയുക, ഫ്രഷ് കറ്റാർവാഴ ചെത്തിയെടുത്ത് അതും ഓയിലും കൂടെ മിക്സിയിലിട്ട് അടിച്ച് അത് ഞാൻ തലയിൽ തേച്ച് നടക്കുമായിരുന്നു. ആൻഡ് പിന്നെ അതൊരു ഇപ്പോഴും ഞാൻ എണ്ണ തേക്കുവാണെങ്കിൽ ഞാനത് 20 മിനിറ്റ്സ് അല്ലെങ്കിൽ അതിന് കൂടുതൽ സമയം അത് തലയിൽ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് മാത്രമാണ് ഞാനൊരു കൈൻഡ് ഓഫ് കെയറിങ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ സമയത്ത് വീട്ടിൽ നിന്ന് അമ്മയും അമ്മൂമ്മയൊക്കെ ചെയ്തു തരുന്ന ഈ എണ്ണ തേക്കൽ, അതുപോലെ തന്നെ ചെറുപയർ പൊടി തേക്കുന്ന, അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയൊന്നുമില്ല. അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനായിട്ട് ആകെ മുടിക്ക് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ കറ്റാർവാഴയും പിന്നെ എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് തല തേക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ എനിക്ക് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കുറേ പാത്രം കഴുകണം, മിക്സി കഴുകണം. അപ്പോൾ ആ ഒരു പരിപാടി ഇപ്പം ഞാൻ തീരെ ചെയ്യുന്നില്ല. സോ യൂഷ്വലി ഞാൻ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഫ്രഷ് കറ്റാർവാഴയുടെ ഒരു 1 ലീഫൊക്കെ എടുക്കും. എന്നിട്ട് അതിൻ്റെ തൊലി ഫുൾ പച്ച കളറിൽ തൊലി മൊത്തം കളഞ്ഞ് അതിൻ്റെ ആ ഒരു പൾപ്പ് എടുത്തിട്ട് അത് ഞാൻ ജസ്റ്റ് ഒന്നുമില്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഏതാണോ തലയിൽ തേക്കുന്ന എണ്ണ, ഞാൻ യൂഷ്വലി തേക്കാറുള്ളത്, ഞാൻ സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ തലയിൽ തേക്കുന്ന എണ്ണ ഞാൻ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ ഞാൻ തേക്കാറുള്ളത് പാരഷൂട്ട് ആയുർവേദിക് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇവിടെ അത് കിട്ടാണ്ടായപ്പോൾ ഞാൻ പാരഷൂട്ടിൻ്റെ തന്നെയാണ്, പക്ഷേ വേറെ എന്തോ ഒരു ഒനിയൻ എന്തോ ഒരു ഓയിലാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ ഐ ഡോണ്ട് റെക്കമെൻഡ് ദാറ്റ് ഇത് തന്നെ ഉപയോഗിക്കണം, അത് ഭയങ്കര നല്ലതാണെന്നൊന്നല്ല. ഇതെനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ എണ്ണ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ വെളിച്ചെണ്ണ അങ്ങനെ തലയിൽ തേച്ച് ഓർക്കുന്നില്ല. ലൈക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഈ ബ്രാൻഡിൻ്റെ എണ്ണകളാണ് ഞാൻ തേക്കാറുള്ളത്. പിന്നെ പണ്ട് കാച്ചിയ എണ്ണയൊക്കെ അവർ വീട്ടിൽ നിന്ന് ചെയ്തു തരുമ്പോൾ അത് ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് മടിയാണ്, ഞാനതൊന്നും ചെയ്യാറില്ല. ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ആൻഡ് എൻ്റെ ഫാമിലിയുടെ ഒരു കൈൻഡ് ഓഫ് ട്രഡീഷണലി നമുക്ക് എന്താ പറയുക, ഇതൊരു കൈൻഡ് ഓഫ് ഹെറിഡിട്രിക്കും കൂടെയാണ്. എൻ്റെ ഇപ്പോൾ ഫാമിലിയിലായാലും അച്ഛൻ്റെ ഫാമിലിയിലായാലും അമ്മയുടെ ഫാമിലിയിലായാലും എല്ലാവർക്കും മുടി അത്യാവശ്യത്തിന് എന്നുള്ള രീതിയിലുണ്ട്. ഭയങ്കരമായിട്ടുള്ളതെന്നല്ലാതെ അത്യാവശ്യത്തിനുള്ള മുടി എല്ലാവർക്കും ഉണ്ട്. സോ ആ ഒരു ജീൻപരമായിട്ട് കിട്ടിയ സാധനം കൂടി ആയിരിക്കാം ചിലപ്പോൾ ഇത്. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ് ആൻഡ് ഫ്രിസിനെസ്, ഈ ഒരു ടെക്സ്ചർ ആക്ച്വലി എല്ലാവരും ചോദിക്കാറുണ്ട്.
ഈ ടെക്സ്ചറിന് ഒരു കുഴപ്പമുള്ളത് നമ്മൾ എന്തെങ്കിലും പിന്നോ എന്തെങ്കിലും കുത്തിക്കഴിഞ്ഞാൽ അത് ഇരിക്കില്ല. അത് നമുക്കിങ്ങനെ ഊർന്ന് പോന്നോണ്ടേ ഇരിക്കും. സോ അതത്ര അടിപൊളിയാണെന്ന് ഞാൻ പറയില്ല. കാരണം നമുക്ക് എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. പിന്നേന്ന് പറഞ്ഞാൽ ഫ്രിസി ലുക്ക് മാറാനായിട്ട് ഇപ്പോഴും എൻ്റെ മുടി കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിച്ച് അത് ഡ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോഴും ഫ്രിസി ആയിട്ടുള്ള മുടി തന്നെയാണ് എൻ്റെ. അപ്പോൾ ഞാനതിനെ സെറ്റ് ചെയ്ത് ഞാൻ സെറമൊക്കെ തേച്ച് അതിനൊന്ന് സെറ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്നുന്നേ ഉള്ളതുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നത് ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കൈൻഡ് ഓഫ് എന്താ പറയുക, ആ ഒരു രീതികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ യൂഷ്വലി ഞാൻ ആഴ്ചയിൽ ട്വൈസ് ആണ് ഞാൻ തല കുളിക്കാറുള്ളത്. ഒന്നാമത് ഇവിടുത്തെ വെതർ കണ്ടീഷൻസിൽ തല കുളിക്കുന്നത് അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നമുക്കത് സെറ്റ് ചെയ്യാനുള്ള ടൈമും എൻ്റെൽ ഉണ്ടാവാറില്ല. സോ ഞാനിപ്പോൾ വീക്ക്ലി കുളിക്കുന്ന സമയത്ത് ഞാൻ സാധാരണ എണ്ണ തേക്കും. സോ ആസ് ഐവ് ടോൾഡ് ഞാൻ പാരച്യൂട്ടിൻ്റെ ആയുർവേദിക് ആണ് തേക്കാറുള്ളത്. കുറേ നാളായിട്ട് ഞാൻ അതാ തേക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ തേക്കുന്നത് ഇപ്പം എനിക്കിത് ഈ വട്ടം എനിക്ക് ഇവിടെ കിട്ടിയില്ല. സോ ദാറ്റ് ഞാൻ പാരച്യൂട്ടിൻ്റെ തന്നെ ഒരു ഒനിയൻ ഇതിൻ്റെ ഒരു ഷാമ്പൂ ലൈക്ക് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ ഒരു ഓയിൽ ഉപയോഗിച്ച് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കുറച്ചധികം എണ്ണ ഞാൻ അപ്ലൈ ചെയ്യും തലയിൽ. എന്നിട്ട് ഞാനതൊരു 20 to 1 hour എന്നുള്ളൊരു രീതിയിൽ 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് എത്രയാണോ എനിക്ക് പറ്റുന്നത് ഒരു മിനിമം ഓഫ് 20 മിനിറ്റ്സ് ഞാൻ എന്തായാലും ഞാൻ തലയിൽ അത് കീപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാനത് നന്നായി വാഷ് ചെയ്ത് കളയും. നോർമൽ ഏതെങ്കിലും ഒരു ഷാമ്പൂ എന്നുള്ള രീതിയിലാണ് ഞാനത് സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എനിക്കൊരു പർട്ടിക്കുലർ ഷാമ്പൂ ഇല്ല. സോ ഈ വട്ടം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ലോറിയലിൻ്റെ ഒരു ഷാമ്പൂ ആണ്. സോ ആ ഒരു ഷാമ്പൂ ഉപയോഗിച്ച് ഞാൻ നന്നായി കഴുകിക്കളയും. എണ്ണ നന്നായി വാഷ് ചെയ്യും. അതുപോലെ തന്നെ സ്കാൽപ്പ് നന്നായി ക്ലീൻ ചെയ്തിട്ട് ഞാൻ നമ്മുടെ യൂഷ്വൽ കണ്ടീഷണർ തേക്കും. കണ്ടീഷണർ ഞാൻ കുറച്ചധികം ഉപയോഗിക്കും. പക്ഷേ ലൈക്ക് ആദ്യമൊക്കെ ഞാൻ ഫ്യൂ ഡ്രോപ്സ് എന്നൊക്കെയാണ് എടുക്കാറ്. പക്ഷേ ഇപ്പം ഞാൻ അത്യാവശ്യം ഒരു ഗുഡ് എമൗണ്ട് എടുത്ത് ആ ഒരു നനവിൽ തന്നെ അത് തേച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അധികം അത് വാഷ് ചെയ്ത് കളയില്ല. ലൈക്ക് ഒരു ഗ്രീസി ടെക്സ്ചർ കുറച്ചൊരു മുടിയിലിരിക്കുന്ന രീതിയിൽ തന്നെയാണ്. അധികം ഞാൻ വാഷ് ചെയ്ത് കളയില്ല കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ യൂഷ്വലി അത് ഹീറ്റ് ഡ്രൈ ചെയ്യാറില്ല. ഞാൻ ലെറ്റ് ഇറ്റ് ഡ്രൈ എന്നുള്ള രീതിയിൽ തന്നെ അത് എന്താ പറയുക തോർത്തി അങ്ങ് വിട്ടേക്കും. പിന്നെ എപ്പോഴാണോ അതൊരു തന്നെത്താനെ ഉണങ്ങി എപ്പോഴാണോ സെറ്റാവുന്നത് അപ്പോഴാണ് ഞാൻ മുടി സ്റ്റൈൽ ചെയ്യുന്നത്. സോ ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചു തുടങ്ങി ഈ അടുത്ത് ഞാൻ എൻ്റെ മുടീനെ കുറച്ചൊന്ന് മാനേജബിൾ ആക്കാൻ വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ചൊരു കൈൻഡ് ഓഫ് പാർട്ട് എന്ന് പറയുന്നത് ഈ മുടി നമ്മൾ അതിനെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ് ഞാനിപ്പോൾ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയത്. കാരണം ഞാൻ തല കുളിക്കുന്നതും ചൂടുവെള്ളത്തിലായിരുന്നു. സോ ചൂടുവെള്ളം മാറ്റിയപ്പോൾ എൻ്റെ കൈൻഡ് ഓഫ് ഫ്രിസ്നെസ് മാറി. അതുപോലെ തന്നെ മുടി കൊഴിയുന്നതും കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എണ്ണ അപ്ലൈ ചെയ്യാതെ ഞാൻ കുളിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുടിക്ക് ഭയങ്കര ടെക്സ്ചർ വ്യത്യാസം വരാറുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിച്ചിരുന്ന കുറച്ച് പ്രോഡക്ട്സ് ഞാൻ സ്വിച്ച് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. സോ ഞാൻ പറയുവാണെങ്കിൽ ട്രയൽ ആൻഡ് എററിൽ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയ കാര്യങ്ങൾ എൻ്റെ തല ഞാൻ കുളിച്ച് കഴിഞ്ഞ് ഞാൻ ഈ മുടി ഒരു 80% ഡ്രൈ ആയി കഴിയുമ്പോൾ ഞാനത് സ്റ്റൈൽ ചെയ്യാൻ ശ്രമിക്കും. സോ ഫുള്ളി ഉണങ്ങിയിട്ട് സ്റ്റൈൽ ചെയ്യുന്നതും നമ്മൾ ആ ചെറിയ നനവിൽ സ്റ്റൈൽ ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ ഒരു 80% നനവിൽ നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് മുടി കുറച്ചും കൂടെ കൺട്രോൾ ചെയ്ത് നമുക്ക് നന്നായിട്ട് നമ്മുടെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണിപ്പോൾ. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക എന്നുള്ളതും ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെറത്തിൻ്റെ എമൗണ്ട് അതുപോലെ എങ്ങനെയാണ് ഈ സെറമൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക കുറച്ചും കൂടെ നമുക്കൊരു ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായി മാറി. അഥവാ ഈ ടൂൾ ഉപയോഗിക്കുന്നതായാലും ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇന്ന ടൂൾ തന്നെ വേണം എന്നൊന്നുമില്ല. നമുക്ക് ഉള്ള ടൂൾ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ടൂൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്തിടാൻ പറ്റും. ഞാൻ എണ്ണയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു 10-20 മിനിറ്റിന് മുകളിലായിട്ടുണ്ട്.
അപ്പോൾ ഞാനിങ്ങനെ ഒരു ബണ്ണ് പോലെ കെട്ടി വെച്ചേക്കുമായിരുന്നു. സോ ഇനി ഞാൻ പോയിട്ട് കുളിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ മാത്രം ഉപയോഗിച്ച് അത്ര ചൂടില്ലാത്ത വെള്ളത്തിൽ അല്ലെങ്കിൽ നോർമൽ വാട്ടറിൽ പോയി തലയൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് കാണാം. സോ തല ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഞാനൊരു തോർത്ത് വെച്ച് കെട്ടി വെക്കും. എന്നിട്ട് ഒരു 80% ഒക്കെ ഉണങ്ങി കഴിയുമ്പോൾ അതിനെ ഒന്ന് സ്റ്റൈൽ ചെയ്യും. അപ്പോൾ ഇനി സ്റ്റൈൽ ചെയ്യുമ്പോൾ കാണാം. ഹലോ, അപ്പോൾ ഞാൻ ദാ കുളിച്ച് എൻ്റെ മുടി അത്യാവശ്യം ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. സോ ഇതിൻ്റെ എൻഡൊന്നും ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. പക്ഷെ കുറച്ച് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ കോംബ് ചെയ്തിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. സോ ഈ ഒരു പരുവമാകുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ടും ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് നോക്കാറ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ടൂൾ എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് റെവ്ലോണിൻ്റെ ഒരു കോംബാണ്, ഒരു ഹോട്ട് എയർ ബ്രഷാണിത്. സോ ഇത് വോള്യൂമൈസർ എന്നാണ് ആക്ച്വലി ഇതിനെ പറയുന്നത്. പക്ഷേ ഇത് നന്നായിട്ട് എനിക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ടൂള് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആദ്യമൊന്നും എനിക്കിത് ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. സോ ദാറ്റ് ഞാൻ എല്ലാ ടൂളും നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കി. പക്ഷേ ആദ്യം എനിക്കിത് വർക്ക് ചെയ്യാൻ എനിക്ക് ആക്ച്വലി ഇത് ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു എന്ന് വേണം പറയാൻ. പക്ഷെ പിന്നെ ഞാൻ കുറച്ച് ട്രയൽ ആൻഡ് എററൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ദിസ് റിയലി വർക്ക്ഡ് ഫോർ മീ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വേഗം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അധികം സമയം എടുക്കില്ല. അതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ സമയം അധികം എടുക്കത്തില്ല. നമുക്ക് വേഗം ഇത്തിരി അധികം മുടി എടുത്താലും ഇത് പെട്ടെന്ന് തന്നെ നമുക്കത് സെറ്റ് ചെയ്ത് തരും. സോ ഇതിൽ 3 മോഡാണുള്ളത്, ലൈക്ക് കൂള്, ലോ ആൻഡ് ഹൈ. അപ്പോൾ കൂളിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ നനവൊക്കെ പോകാൻ നമ്മൾ ഡ്രയർ ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. പിന്നെ ലോ എന്ന് വെച്ചാൽ ചെറിയ ഹീറ്റ് വരുന്നു. ഹൈ ഹീറ്റിലാണ് നമുക്ക് ആക്ച്വലി ഇടേണ്ടത്. സോ ഞാൻ ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ പാർട്ടിഷൻ ചെയ്തിട്ട് ലോയിലിട്ട് ഞാൻ ആദ്യം ഒന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം, ലൈക്ക് ഡ്രൈ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കൈൻഡ് ഓഫ് ഡ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഹൈയിലിട്ടിട്ട് ഞാനത് ലൈക്ക് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ ഞാൻ കേൾ ചെയ്തെടുക്കും. സോ അതാണ് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത്. ഈ ഒരൊറ്റ പ്രോസസ്സ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ലൈക്ക് ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ ഈ ഒരു ടൂളിൽ ചെയ്യാറുള്ളൂ. ജസ്റ്റ് പോർഷൻസ് ആക്കും ആൻഡ് എനിക്ക് വേണ്ട രീതിയിൽ ഞാൻ അതിനെ തുമ്പ് കേൾ ചെയ്യുക അല്ലെങ്കിൽ എന്താണോ എനിക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു സെറം അപ്ലൈ ചെയ്യും. ഞാൻ ആദ്യം ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ അടിക്കാറുണ്ട്. സോ ഇന്ന് ഞാൻ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹീറ്റ് പ്രൊട്ടക്റ്റർ സ്പ്രേ ആദ്യം അടിക്കാം. ഇപ്പോൾ ഈ ഒരു നോർമൽ ഹെയറിൽ അടിക്കാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹീറ്റ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സെറം ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. സോ ഞാൻ യൂഷ്വലി കഴിഞ്ഞിട്ടാണ് ഞാനൊരു സെറം അപ്ലൈ ചെയ്യാറ്. സോ ദാറ്റ് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ലാസ്റ്റ് ചെയ്യാറുണ്ട്. ലെറ്റ്സ് ഡു സ്റ്റൈലിംഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ജസ്റ്റ് എനിക്ക് എൻഡ് മാത്രം കേൾ ചെയ്യണമായിരുന്നു. സോ ദാറ്റ് ഞാൻ എൻഡ് മാത്രം കേൾ ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലുക്കും കിട്ടും. ഇങ്ങനെ ഞാൻ എൻ്റെ ഹെയർ ഫുൾ ഓരോ സൈഡായിട്ട് എടുത്ത് ഞാൻ ഇതുപോലെ ഈ സൈഡൊന്ന് അകത്തേക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാറുള്ളത്. സോ നമുക്ക് പുറത്തേക്ക് വേണമെങ്കിൽ എങ്ങനെയാണെങ്കിലും ആസ് യു പ്രിഫർ എന്നുള്ള രീതിയിൽ നമ്മളതങ്ങ് കേൾ ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്യാറുണ്ട്. ഞാൻ ചീർപ്പ് അങ്ങനെ ഉപയോഗിക്കില്ല. ഞാൻ ദാ ഈ സെറമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് സെറം എടുക്കുന്നുണ്ട്. അധികം ആവരുത്, പക്ഷെ അന്ന് അത്യാവശ്യത്തിന് വേണം താനും. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ കൊണ്ട് തേച്ചാൽ നമുക്ക് ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും. പെട്ടെന്ന് എണ്ണമയം ഉള്ളത് പോലെ തോന്നും. സോ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാറാണ് ഞാൻ ചെയ്യാറുള്ളത്. സോ ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ തുമ്പുകൾ പിന്നെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നെ ആ എൻഡിലൊക്കെ നല്ലപോലെ തേക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെയറിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ യൂഷ്വലി എൻ്റെ ഹെയറിന് ചെയ്യാറുള്ള കാര്യങ്ങൾ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് പിന്നെയും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.